ചന്ദ്ര, എങ്ങനെയുണ്ട് ചന്ദ്ര? കുറവുണ്ടോ? എഴുന്നേക്കണ്ട, കിടന്നോ. ഇതാരൊക്കെയാ? ഞങ്ങൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഭക്ഷ്യദുരന്തം ഉണ്ടായത് എങ്ങനെയെന്ന് അറിയണം. ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. എനിക്കൊരു കുഴപ്പമില്ല. എന്തോ ഒരു ഗ്യാസ് ട്രബിളിൻ്റെയാ. വെറുതെ കള്ളം പറയേണ്ട ചന്ദ്രസേന. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ അല്പം മുമ്പ് മരണപ്പെട്ടു. മറ്റുള്ളവരെല്ലാം അത്യാസന്ന നിലയിലാ. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ മകൾ അമൃത ഇപ്പോൾ ഒളിവില്ല. കൊലക്കുറ്റം അവളുടെ പേരിൽ. സാറേ, എൻ്റെ മോൾ അങ്ങനെ ഒരു കുറ്റവും ചെയ്യില്ല. ഇതെന്തോ ചതിയിൽപ്പെട്ടതാ. അത് നിങ്ങൾ കോടതിയിലാണ് തെളിയിക്കേണ്ടത്. ഫുഡ് സാമ്പിളിൽ വീര്യം കൂടി വിഷത്തിന്റെ അംശം ഉണ്ടായിരുന്നു. സാറേ, അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇനി അത് പറഞ്ഞിട്ട് എന്താ ചന്ദ്ര കാര്യം? ഹോട്ടല് പൂട്ടി സീൽ ചെയ്തു. നാട് മുഴുവൻ അമൃതയെ തിരയുക പോലീസുകാര്. സാറേ, എൻ്റെ മോള് നിരപരാധിയാ. എൻ്റെ മോളെ രക്ഷിക്കണം. കേസ് ചാർജ് ചെയ്തു പോയി. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ സാർ, അങ്ങനെ പറയരുത്. അവളെ രക്ഷിച്ചേ പറ്റൂ. അവൾക്ക് അമ്മ മാത്രമല്ല ഞാൻ. എന്റെ അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണ് കൂടിയാ. ഞാൻ എന്ത് വേണേലും ചെയ്യാം. അവളെ പോലീസിനും കോടതിക്കും വിട്ടുകൊടുക്കരുത്. ഞങ്ങൾ നിസ്സഹായരാണ്. കൊലക്കുറ്റ ജീവപര്യന്തത്തിൽ കുറഞ്ഞ് ഒരു ശിക്ഷയുണ്ടാവില്ല. സാറേ, ചതിക്കല്ലേ. കലാവതി, ഒന്ന് പറയൂ, എൻ്റെ മോളെ ഒന്ന് രക്ഷിക്കാൻ. സാർ, എനിക്ക് അമൃതയെ കേസിൽ നിന്ന് ഒഴിവാക്കി കിട്ടണം. തുറന്നു ചോദിക്കുക, എന്ത് തരണം നിങ്ങൾക്ക്? എന്താ കൈക്കൂലി ഒന്ന് കേസ് ഒതുക്കാന്നാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. എനിക്ക് എന്റെ മോളെ വേണം. എന്റെ അനിയനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ അവൾക്ക് പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു പ്രായശ്ചിത്തമായിട്ടെങ്കിലും ഈ കേസിൽ നിന്ന് എനിക്ക് അവളെ ഒഴിവാക്കിയെടുക്കണം. പ്രായം തികഞ്ഞൊരു പെണ്ണ. പോലീസിന്റെ കൈ കിട്ടിയ എന്താ സംഭവിക്കാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവള് ജയിലിലായ ഇളയ കുട്ടികളുടെ ഭാവിയും തകരും. സാറേ, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ സമ്പാദ്യം മുഴുവനും തരാം. എന്റെ മോൾക്ക് ആപത്തൊന്നും വരാതിരുന്നാ മതി. വേണ്ട, ചന്ദ്രന്റെ സമ്പാദ്യം ഒന്നും എടുക്കണ്ട, ഞാൻ കൊടുക്കാം. പറയൂ സാറേ, എന്ത് ചെയ്യാൻ പറ്റും? മാഡം, ഫുഡ് സാമ്പിൾ പരിശോധിച്ച് വിഷാംശം കണ്ടെത്തിയതാണ്. ലാബ് റിപ്പോർട്ട് മാറ്റാൻ പറ്റില്ല. സർ, പുറത്തുനിന്ന് വരുത്തിച്ച മുളക് പൊടിയിലോ മല്ലിപ്പൊടിയിലോ ആണ് വിഷാംശമെന്ന് ഫൈനൽ ടെസ്റ്റിൽ മനസ്സിലായി എന്ന് റെക്കോർഡിങ്ങിലാക്കാൻ പറ്റില്ലേ? ആകെ ചെയ്യാവുന്നതാ. നിയമവിരുദ്ധമാണെങ്കിലും നിങ്ങളുടെ ഈ അവസ്ഥയിൽ സഹായിക്കാതിരിക്കാൻ തോന്നുന്നില്ല. സാറേ, ഏത് വിധേനെങ്കിലും മോളെ രക്ഷിക്കണം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. ചന്ദ്ര, ഒരു മിനിറ്റ്. സാറിന്റെ കാർഡ് ഒന്ന് തരുമോ? സാർ, അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ആപ്പ് വഴി 10 ലക്ഷം രൂപ അയച്ചിട്ടുണ്ട്. അതൊന്നും പോരാ. ഇതറിഞ്ഞാൽ ഞങ്ങളുടെ ജോലി പോകുന്ന കേസാ. മിനിമം 50 ലക്ഷം രൂപയെങ്കിലും കിട്ടണം. അതിലൊരു വിലപേശലുമില്ല. എന്റെ കയ്യില് ക്യാഷ് ആയിട്ട് ഇത്രയേ ഉള്ളൂ. അല്പ സാവകാശം തന്നാ എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ ബാക്കി കാശ് തരാം. ഇത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങള്. എന്തെങ്കിലും ആവട്ടെ, ഒരു 10 ലക്ഷം രൂപ കുറച്ചു തരാം. 40 ലക്ഷം രൂപ ഇപ്പൊ തരാൻ കഴിയുവാണെങ്കിൽ അമൃതയെ ഞങ്ങളെ രക്ഷപ്പെടുത്താം. എന്ത് ചെയ്യും? ഞാനും തരാൻ കുറച്ച് കാശ്. എത്രയുണ്ടാവും ചന്ദ്രന്റെ കയ്യില്? റിട്ടയർമെന്റ് ബെനിഫിറ്റ് കിട്ടിയ ഒരു 26 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട്. പക്ഷേ അത് 3 ബാങ്കുകളിലായിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നല്ലതാ ചന്ദ്ര. ട്രാൻസാക്ഷന് ബുദ്ധിമുട്ടുണ്ടാവില്ല. മൊബൈൽ ആപ്പ് വഴി തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. എനിക്കറിയാവുന്ന പാസ്വേഡ് തന്നെയല്ലേ? എൻ്റെ ആകെയുള്ള സമ്പാദ്യ. അപ്പൊ ഞാൻ കൊടുത്തതും എന്റെ സമ്പാദ്യമല്ലേ ചന്ദ്ര? അല്ല, ഇപ്പോഴും 5 ലക്ഷം കുറവുണ്ട്. അത് ഞാൻ തരും.
വാക്കുവ്യത്യാസം ചെയ്യില്ല എന്ന് വിശ്വസിക്കാം. സാറേ, എന്റെ മകളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. സാറേ, കേസ് ഇല്ലാതാക്കണം. പേടിക്കണ്ട, അക്കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ഈ കാശ് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പോലീസിനും കൊടുക്കേണ്ടി വരും. എന്തായാലും മോള് സുരക്ഷിതമായിട്ട് വീട്ടിൽ എത്തും. വാ. ഞാനും പല തെറ്റുകൾക്കും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുക. ചന്ദ്രന് സമ്മതമാണെങ്കിൽ നമ്മളിനി ഒരുമിച്ച് താമസിക്കും.